ഷാനവാസിന് ബിഗ് ബോസ് ഒരു പണി കൊടുത്തു കേട്ടാ. മറ്റൊന്നുമല്ല, ഇപ്പൊ ലൈവിൽ നടന്നൊരു സംഭവമാണ്. നമ്മുടെ ജിസേല് എല്ലാരിടത്തും ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ടിടക്കുകയാണ്. ആരാണ് ഈ വസ്ത്രധാരണത്തെ കുറിച്ച് നോമിനേറ്റ് ചെയ്തത്? ഇവിടെ ആരോ അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് സംഭവം അതങ്ങനെ ഇവരറിഞ്ഞു ഈ വസ്ത്രധാരണം നോമിനേറ്റ് ചെയ്തു എന്നുള്ളത്. സംഗതി എന്താണെന്ന് വെച്ചാൽ ലൈവില് സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് ഫൈനലായിട്ട് ഏതൊക്കെ കണ്ടസ്റ്റൻസ് ആണ് നോമിനേറ്റ് ആയത് എന്ന കാര്യത്തെക്കുറിച്ച് മിണ്ടില്ല. അത് സ്കിപ്പ് ചെയ്ത് കളയും എപ്പിസോഡിലേക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കാണാതെ പോയത്. ബിഗ് ബോസ് ഈ നോമിനേഷൻ വിളിച്ചു പറഞ്ഞ സമയത്ത് ഈ മാനിപ്പുലേഷൻ ചെയ്യുന്ന കാര്യങ്ങള്, മാനിപ്പുലേഷൻ ചെയ്യുന്നു, വസ്ത്രധാരണം ശരിയല്ല, എക്സെട്ര കാരണങ്ങളാൽ നോമിനേറ്റ് ആയ ആള് എന്നായിരിക്കണം പറഞ്ഞിരിക്കുക. അപ്പൊ ഈ വസ്ത്രധാരണം കുറച്ച് മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന ഒരാൾ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ജിസേലാണ്. വിമൺ കണ്ടസ്റ്റൻസ് ഒരുപാട് പേര് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പൊ നൂറ, ആദില, അവരൊക്കെ അവരവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഇടുന്നത്. അത് അവരുടെ ചോയ്സ് ആണ്. അതുപോലെ കുറച്ചും കൂടെ മോഡേൺ ഡ്രസ് ഇടുന്ന ഒരാളാണ് ജിസേൽ. അപ്പൊ അതുകൊണ്ട് അവർക്ക് മനസ്സിലായി അവരെ ആരോ ഒരാള് ഈ വസ്ത്രധാരണത്തിന്റെ കാര്യം പറഞ്ഞ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടത്. അങ്ങനെ അക്ബറിന്റെ അടുത്തും അതുപോലെ എല്ലാവരുടെ അടുത്തും അവരിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാണ്. അപ്പൊ ഷാനവാസ് ആണെന്നെങ്ങാനും ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ, വിമൺ കണ്ടസ്റ്റൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജിസേൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ബിഗ് ബോസ് ഒരു ഒന്നൊന്നര പണി കൊടുത്തിരിക്കുകയാണ്. മിക്കവാറും വീക്കെൻഡിൽ ഇത് ചിലപ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കും, ഇവര് തമ്മിൽ അടിക്കാൻ വേണ്ടി. ഷാനവാസ് നോമിനേറ്റ് ചെയ്ത കാര്യം എങ്ങാനും എടുത്ത് കാണിച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ തീർന്നു. കാരണം പിന്നീട് അങ്ങോട്ട് ഷാനവാസ് ഇവരുടെ ടാർഗറ്റ് ആവും. കാരണം വസ്ത്രധാരണം എപ്പോഴും ബിഗ് ബോസിനകത്ത് വിമൻ കണ്ടസ്റ്റൻസിന് കിട്ടുന്ന കച്ചിത്തുരുമ്പാണ് പിടിച്ചു കയറാനായിട്ട്. അവരുടെ ചോയ്സിന് മേലുള്ള ഒരു ചോദ്യമായിട്ടാണല്ലോ അവർ കാണുന്നത്. സത്യത്തിൽ ഷാനവാസ് കാണിച്ചത് ഒരു മണ്ടത്തരമാണ്. ഈ ഒരു റീസൺ ഒന്നും അല്ല നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയേണ്ടത്. എത്ര ബാലിശമായ റീസൺ ആണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം.